ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനാവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. മൈദ എടുത്ത സെയിം അളവിൽ തന്നെയാണ് വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് മൈദയാണ് എടുത്തിരുന്നത്. അതേ ഗ്ലാസ് തന്നെ 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇത് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 2 മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മാവ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് കേട്ടോ മാവ് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിനായിട്ട് പാൻ ചൂടായി വരുമ്പോൾ നമുക്കിത് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. പാൻ മീഡിയം ചൂടായാൽ മതി കേട്ടോ, ഓവറായിട്ട് ചൂടായി പോകണ്ട. എന്നിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത് നമുക്ക് 2 ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം, പാകമാവുന്നത് വരെ. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കുറച്ച് എണ്ണയും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് പോലും വേണ്ട ഇത് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് മടിയുള്ള ദിവസങ്ങളിലും ധൃതിയുള്ള സമയങ്ങളിലൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.